+1 അക്കൗണ്ടൻസിയിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള ചാപ്റ്ററിലെ അടുത്തൊരു വീഡിയോ ആണിത്. കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അതായത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഒക്കെ ഫോർമാറ്റ് കണ്ടു. അതിനുശേഷം അതിൽ വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെട്ടു. അതിനുശേഷം കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്തു, ഒരു ട്രയൽ ബാലൻസിൽ കുറച്ച് ഐറ്റംസ് വെച്ച് നമ്മൾ എന്ത് ചെയ്തു, ചെറിയ പ്രോബ്ലം ചെയ്തോ ഫോർമാറ്റും ഐറ്റംസ് ഒന്ന് പരിചയപ്പെടാൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത് മനസ്സിലാക്കാൻ ഒരു പ്രോബ്ലം ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റംസ് നിന്ന് പരിചയപ്പെട്ടു. അത് കുറച്ചെണ്ണം നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, ഇനി അത് ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് പറയാണ്. നമ്മൾ കുറച്ചധികം അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്തു. ഒന്നുകൂടി ഞാൻ പറയാം. നമ്മൾ ആദ്യം മനസ്സിലാക്കിയത് ക്ലോസിംഗ് സ്റ്റോക്ക്, ഔട്ട്സ്റ്റാൻഡ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്, ഇൻകം റിസീവ്ഡ് അഡ്വാൻസ്, ഇത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ഞാൻ ഡിപ്രീസിയേഷൻ കൂടി പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, അതുവരെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ചെറിയൊരു പ്രോബ്ലം കൂടി വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ശരി. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യണം, അപ്പോൾ അതിൽ ഒരേ അഡ്ജസ്റ്റ്മെൻറ്റ് പഠിക്കുമ്പോഴും അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി എന്താണെന്ന് പഠിക്കണം. അത് ഏതൊക്കെ അക്കൗണ്ടിൽ എവിടേക്കാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതും മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്കറിയാം. ക്ലോസിംഗ് സ്റ്റോക്ക് എന്താ ചെയ്യേണ്ടത്, ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ എവിടെ എഴുതണം, അതെ, ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് റിട്ടേൺ താഴെയായിട്ട് എഴുതണം. അതുപോലെ അതെന്ത് ചെയ്യണം, ബാലൻസ് ഷീറ്റിൽ കറണ്ട് അസറ്റിൻ്റെ അവിടെ എഴുതണം. നമുക്കറിയണ കാര്യമാണ്. ഓക്കെ, ഇനി പിന്നെ നമ്മൾ പറഞ്ഞത് ഔട്ട്സ്റ്റാൻഡ് എക്സ്പെൻസ് ആണ്. ഔട്ട്സ്റ്റാൻഡ് എക്സ്പെൻസ് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞത്, ഔട്ട്സ്റ്റാൻഡ് എക്സ്പെൻസ് ചെയ്യേണ്ടത് ഇപ്പോൾ അത് ഡയറക്റ്റ് എക്സ്പെൻസിലാണോ ഇൻഡയറക്റ്റ് എക്സ്പെൻസിലാണോ എന്നുള്ള ആദ്യം നോക്കണം. ഡയറക്റ്റ് എക്സ്പെൻസിലും ഇൻഡയറക്റ്റ് എക്സ്പെൻസിലും ആണോ വരുന്നത്, അതനുസരിച്ച് ഡയറക്റ്റ് ആണെങ്കിൽ ട്രേഡിങ്ങിലും, ഇൻഡയറക്റ്റ് ആണെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഭാഗത്താണ് എഴുതേണ്ടത്, ഡെബിറ്റ് സൈഡിൽ. ഓക്കെ, ഇനി ട്രയൽ ബാലൻസ് കൊടുത്തിരിക്കുന്ന ആ എക്സ്പെൻസിൻ്റെ കൂടെ എന്ത് ചെയ്യണം, ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന എമൗണ്ട് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. പിന്നെ ആ ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ എമൗണ്ട് ഇവിടെ കാണിക്കണം, ബാലൻസ് ഷീറ്റിൽ കറണ്ട് ലയബിലിറ്റിയുടെ താഴെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് കാണിക്കണം. ഓക്കെ, അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി വരുന്നത് എക്സ്പെൻസ് അക്കൗണ്ട് അറ്റഡ് ടു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്നാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ സാലറി ആണെങ്കിൽ സാലറി അക്കൗണ്ട് അറ്റഡ് ടു ഔട്ട്സ്റ്റാൻഡിങ് സാലറി. ഓക്കെ, അതിനെന്ത് പറയാം, അക്രൂഡ് എക്സ്പെൻസ് പറയാം, അല്ലെങ്കിൽ ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ് എന്നുള്ളൊക്കെ വാക്ക് കാണാം. എന്താണെങ്കിലും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അതെന്താണെന്നുള്ളത് അതിൻ്റെ നാച്ചുറൽ നോക്കി വേണം നമ്മളത് ഔട്ട്സ്റ്റാൻഡിങ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞ എന്താ, പ്രീപെയ്ഡ് എക്സ്പെൻസ് പറഞ്ഞു. പ്രീപെയ്ഡ് എക്സ്പെൻസ് അല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് എന്നൊക്കെ പറയാറുണ്ട്. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്താ ചെയ്യേണ്ടത്, അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി എന്താ, പ്രീപെയ്ഡ് എക്സ്പെൻസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി എന്ന് പറയുന്നത് പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് അറ്റഡ് ടു എക്സ്പെൻസ് അക്കൗണ്ട്. ഏത് എക്സ്പെൻസ് ആണെങ്കിൽ അങ്ങനെ. ഇപ്പോൾ ഇവിടെ ഒരു ഇൻഷുറൻസ് ആണ് ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രീപെയ്ഡ് ഇൻഷുറൻസ് അക്കൗണ്ട് അറ്റഡ് ടു ഇൻഷുറൻസ് അക്കൗണ്ട്, അതാണ് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി. അതും മനസ്സിലാക്കി വയ്ക്കുക. എല്ലാവരും അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി മനസ്സിലാക്കി വയ്ക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ 2-fold എഫക്റ്റ് എന്താ, എന്ത് വേണം, എക്സ്പെൻസ് ഡയറക്റ്റ് ആണ് ഇൻഡയറക്റ്റ് ആണ് നോക്കി നോക്കുക. എന്ത് ചെയ്യണം, അത് ലെസ് ചെയ്യണം. ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്ത പോലെ എന്ത് ചെയ്യണം, ടി ബിയിൽ കൊടുത്തിരിക്കുന്ന എമൗണ്ട് ആയിരിക്കും ഇത്. ഓക്കെ, ആ ടി ബിയിൽ കൊടുത്തിരിക്കുന്ന എമൗണ്ട് എന്ത് ചെയ്യണം, പ്രീപെയ്ഡ് ആയിട്ടുള്ള എമൗണ്ട് എന്ത് ചെയ്യണം, ലെസ് ചെയ്തിട്ട് പുറത്തേക്ക് എഴുതുക. പ്രീപെയ്ഡിൻ്റെ എമൗണ്ട് ബാലൻസ് ഷീറ്റിൽ അവിടെ കാണിക്കണം, അസറ്റ് സൈഡിൽ കറണ്ട് അസറ്റിന് താഴെ കാണിക്കാം. പ്രീപെയ്ഡ് എക്സ്പെൻസ് ഏതാണെങ്കിൽ അത്. ഓക്കെ, യെസ്. മറ്റൊന്നുള്ളത് ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്, അല്ലെങ്കിൽ അക്രൂഡ് ഇൻകം. നമുക്കൊരു ഇൻകം ഏൺ ചെയ്തിട്ട് പക്ഷെ നമ്മൾ എന്ത്, ആ ഇൻകം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന് എൻട്രി എന്താ വരിക, അക്രൂഡ് ഇൻട്രസ്റ്റ് അക്കൗണ്ട് അറ്റഡ് ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട്. അക്രൂഡ് ഇൻട്രസ്റ്റ് അക്കൗണ്ട് അറ്റഡ് ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട്. അതെ, ഇൻട്രസ്റ്റിൻ്റെ എക്സാമ്പിൾ കൊടുത്താണ്, ഏത് ഇൻകം ആണെങ്കിലും അത്. ഓക്കെ, യെസ്. ഇനി അതിൻ്റെ 2-fold എഫക്റ്റ് എന്താ വരിക, അതെന്ത് ചെയ്യണം, അതെ, ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ടി ബിയിൽ കൊടുത്തിരിക്കുന്ന എമൗണ്ട് എഴുതണം. ട്രയൽ ബാലൻസ് കൊടുത്തിരിക്കുന്ന എമൗണ്ട് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൻ്റെ ഇൻകം ആയതുകൊണ്ട് എവിടെ വരും, ക്രെഡിറ്റിലാണ് വരിക. ഓക്കെ, അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം, അക്രൂഡിൻ്റെ എമൗണ്ട് എന്ത് ചെയ്യണം, ആഡ് ചെയ്യുക. ഇനി അക്രൂഡിൻ്റെ എമൗണ്ട് മാത്രം ബാലൻസ് ഷീറ്റിൽ അവിടെ കാണിക്കണം. അസറ്റ് സൈഡിൽ കറണ്ട് അസറ്റിന് താഴെ അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് കാണിക്കുക. ഓക്കെ, അപ്പോൾ അതായി. ഇനിയുള്ളത് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന സാധനമാണ്. ഏതെങ്കിലും ഇൻകം നമുക്ക് എന്താണ് മുൻകൂട്ടി കിട്ടുമ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി എന്താ വരിക, റെൻറ്റ്. ഇവിടെ റെൻ്റാണ് കൊടുത്തിരിക്കുന്ന എക്സാമ്പിളായിട്ട്. ഇൻകം അക്കൗണ്ട് അറ്റഡ് ടു ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് പറഞ്ഞിട്ടുള്ള അങ്ങനെ എൻട്രി ചെയ്യുക. ഇവിടെ റെൻ്റാണ് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്, റെൻ്റ് അക്കൗണ്ട് അറ്റഡ് ടു റെൻറ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഏതാണ് ഇൻകം അതിൻ്റെ പേര് കൊടുക്കുക. ഓക്കെ, ഇനി അത് അതിൻ്റെ 2-fold എഫക്റ്റ് എന്താ വരിക, അവിടെ വരും
ടി ബിയിൽ കൊടുത്തിരിക്കുന്ന എമൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതുക, ട്രയൽ ബാലൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. പിന്നെ അതിൽ എന്ത് ചെയ്യണം, ലെസ് ചെയ്യുക. ഈ അഡ്വാൻസ് ആയിട്ട് കിട്ടിയ എമൗണ്ട് എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. ആ ലെസ് ചെയ്ത എമൗണ്ട് എവിടെ കാണിക്കണം, ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം, കറണ്ട് ലയബിലിറ്റി താഴെ. ഓക്കെ, ഇനി ഒന്നും കൂടി, ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഒന്നും കൂടിയും ഡിപ്രീസിയേഷനും കൂടി ഉണ്ട്, അതും കൂടിയും പറയാം. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഡിപ്രീസിയേഷൻ്റെ ചാപ്റ്ററിനെ സെപ്പറേറ്റ് പഠിച്ചിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ എന്താ, അസറ്റിൻ്റെ മുകളിലുണ്ടാവുന്ന കുറവാണ് അല്ലേ, അസറ്റിൻ്റെ വാല്യൂവിൽ ഉണ്ടാവുന്ന കുറവാണെന്ത്, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡിപ്രീസിയേഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി എന്താ വരിക, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റർ ടു അസറ്റ് അക്കൗണ്ട്. ഏത് അസറ്റ് ആണെങ്കിലും അതിൻ്റെ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റർ ടു അസറ്റ് അക്കൗണ്ട് ആണ് വരിക. ഇപ്പോൾ ഇവിടെ മെഷീനറി എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്, അപ്പം എന്ത് ചെയ്യാം, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റർ ടു മെഷീനറി അക്കൗണ്ട്. ഇനി ഇതിൻ്റെ ടു ഫോൾഡ് എഫക്റ്റ് എന്താ, അപ്പോൾ ടി ബിയിൽ ഒരു അസറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും, എന്നിട്ട് അവർ താഴെ എന്ത് പറയും, ഇതിന് ഇത്ര ശതമാനം ഡിപ്രീസിയേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് ഡിപ്രീസിയേഷൻ എന്ന് പറയും. അപ്പോൾ ആ ഡിപ്രീസിയേഷൻ എമൗണ്ട് ഇവിടെ നമ്മൾ കാണിക്കണം. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യണം, ആ അസറ്റിൽ നിന്ന് എന്ത് ചെയ്യണം, ഏതാണ് അസറ്റ്, നമ്മൾ ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ ആ ഫിക്സഡ് അസറ്റിന് മുകളിൽ എന്ത് ചെയ്യണം, അതിന് ഡിപ്രീസിയേഷൻ കുറച്ച് പുറത്തേക്ക് എമൗണ്ട് കാണിക്കണം. ഇതാണ് ഡിപ്രീസിയേഷൻ്റെ കേസിൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള ഈ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നന്നായി നോക്കി വയ്ക്കുക. പരീക്ഷയ്ക്ക് അധികം ചോദിക്കുന്നത് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെയാണ്. ഓക്കെ, ഇനി നമുക്ക് ചെറിയൊരു ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി ചെയ്തുന്ന കുറേ ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. Pass the necessary adjustment entries in R. Manoj journal on 31st December 2017. Okay, first എന്താ, the stock on 31st December 2017 was valued 75,000. എന്താ 31st December എന്ന് പറഞ്ഞാൽ എന്ത് സ്റ്റോക്കാണ്, ക്ലോസിംഗ് സ്റ്റോക്കാണ് അല്ലേ, ക്ലോസിംഗ് സ്റ്റോക്കാണ്. എന്താണ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്താ അറിയോ, പറയാൻ പറ്റുമോ? അതെ, സ്റ്റോക്ക് അക്കൗണ്ട് അറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. അതായത് സ്റ്റോക്ക് അക്കൗണ്ട് 75,000 ടു ട്രേഡിംഗ് അക്കൗണ്ട്. അറിയാലോ, ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് വരിക. അപ്പോൾ എന്താ എൻട്രി വരിക, അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്ത് വയ്ക്കുക, ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്താ, സ്റ്റോക്ക് അക്കൗണ്ട് അറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക, എൻട്രി വരിക. ഓക്കെ, ഇനി അടുത്തെന്താ, 10,000 ഫോർ വേജസ് ആൻഡ് 2,500 ഫോർ പ്രിൻറ്റിംഗ് ചാർജസ് വെർ ഔട്ട്സ്റ്റാൻഡിങ്. വേജിന് ഒരു 10,000, പ്രിൻറ്റിംഗ് ചാർജായിട്ട് 2,500 രൂപ എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്താ, എക്സ്പെൻസ് അക്കൗണ്ട് അറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് എന്നാണ് എൻട്രി അല്ലേ. അപ്പോൾ നമുക്ക് വേജിൻ്റെ എൻട്രി എങ്ങനെ എഴുതാം, വേജ് അക്കൗണ്ട് അറ്റർ ടു വേജ് ഔട്ട്സ്റ്റാൻഡിങ് എത്ര, 10,000. വേജ് അക്കൗണ്ട് അറ്റർ 10,000 ടു വേജ് ഔട്ട്സ്റ്റാൻഡിങ് 10,000. ഓക്കെ, അപ്പോൾ വേജിൻ്റെ എൻട്രി കഴിഞ്ഞു. ഇനി പ്രിൻറ്റിംഗ് ചാർജ് 2,500 രൂപ പ്രിൻറ്റിംഗ് ചാർജിന് ഔട്ട്സ്റ്റാൻഡിങ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് എൻട്രി വരിക, പ്രിൻറ്റിംഗ് ചാർജ് അക്കൗണ്ട് അറ്റർ 2,500 ടു പ്രിൻറ്റിംഗ് ഔട്ട്സ്റ്റാൻഡിങ് 2,500. ഓക്കെ, ഇനി അടുത്തത് 1,000 ഫോർ ഇൻഷുറൻസ് വെർ പെയ്ഡ് ഇൻ അഡ്വാൻസ്. 1000 രൂപ ഇൻഷുറൻസിന് എമൗണ്ട് എന്ത് ചെയ്തു, അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയിട്ടുള്ളൂ, ഒരു എന്താ പറയുക, എക്സ്പെൻസ് അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യുമ്പോൾ എന്താണ് എൻട്രി വരിക. ഓക്കെ, പെയ്ഡ് ഇൻ അഡ്വാൻസിന് എൻട്രി എന്താ, അതെ ഇവിടെ ഇൻഷുറൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, പ്രീപെയ്ഡ് ഇൻഷുറൻസ് അക്കൗണ്ട് അറ്റർ ടു ഇൻഷുറൻസ് അക്കൗണ്ട്. മുൻകൂട്ടി അടയ്ക്കുന്നതല്ലേ, അപ്പോൾ പ്രീപെയ്ഡ് ആണ് അല്ലേ. പ്രീപെയ്ഡ് ഇൻഷുറൻസ് അക്കൗണ്ട് അറ്റർ ടു ഇൻഷുറൻസ് അക്കൗണ്ട് ആണ് അതിൻ്റെ എൻട്രി വരിക. ഇങ്ങനെ എൻട്രി പറയാം, പ്രീപെയ്ഡ് ഇൻഷുറൻസ് അക്കൗണ്ട് 1000 ടു ഇൻഷുറൻസ് അക്കൗണ്ട് 1000. ഓക്കെ, ഇനി റൈറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി 2,500 ആൻഡ് ഫർണിച്ചർ 10,000. മെഷീനറിക്ക് 2,500, ഫർണിച്ചറിന് 10,000 രൂപ എന്ത് ചെയ്തു, ഡിപ്രീസിയേഷൻ കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ എന്താ എൻട്രി വരിക, ജസ്റ്റ് നമ്മൾ നോക്കിയിട്ടുള്ള ഇവിടെ ഡിപ്രീസിയേഷൻ എൻട്രി എന്താ, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റർ ടു മെഷീനറി അക്കൗണ്ട് അല്ലേ. അപ്പോൾ ഡിപ്രീസിയേഷൻ ഇവിടെ മെഷീനറിക്കും ഉണ്ട്, അതുപോലെ ഫർണിച്ചറുണ്ട്. അപ്പോൾ എന്ത് എൻട്രി വരിക, രണ്ടും സെപ്പറേറ്റ് പറയാം. നമുക്ക് എന്ത് പറയാം, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റർ എത്ര, 2,500 അല്ലേ. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റർ 2,500 ടു മെഷീനറി അക്കൗണ്ട് 2,500. ഇനി അടുത്ത ഫർണിച്ചറിന് എങ്ങനെ പറയാം, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റർ 10,000 ടു ഫർണിച്ചർ 10,000. ഈ രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കമ്പൈൻ എൻട്രി ആയിട്ട് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ പറയാൻ പറ്റും, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റർ 12,500, കാരണം 10,000 2,500 കൂട്ടുമ്പോൾ 12,500 അല്ലേ. അപ്പോൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റർ
12,500 ടു മെഷീനറി അക്കൗണ്ട് 2,500 ടു ഫർണിച്ചർ അക്കൗണ്ട് 10,000. അങ്ങനെ കമ്പൈൻഡ് ആയിട്ട് എഴുതാൻ പറ്റാത്ത ആളുകൾ എന്ത് ചെയ്താൽ അങ്ങനെ സെപ്പറേറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അടുത്തത് 75,000 70,000 അല്ല, സോറി 7,500 ആണ്. 7,500 were received in advance for commission. ഓക്കെ, അപ്പോൾ കമ്മീഷന് എന്താണ് 7,500 രൂപ അഡ്വാൻസ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എന്താ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താ എൻട്രി വരിക? കമ്മീഷൻ അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അല്ലേ. കമ്മീഷൻ അക്കൗണ്ട് ഡെറ്റർ 7,500 ടു കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് പറഞ്ഞിട്ട് അഡ്വാൻസ് അക്കൗണ്ട് 7,500 എൻട്രി വരിക. ഓക്കെ, ഇനി അടുത്ത ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 2,000 യെറ്റ് ടു ബി റിസീവ്ഡ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 2,000 യെറ്റ് ടു ബി റിസീവ്ഡ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് യെറ്റ് ടു ബി റിസീവ്ഡ്. അപ്പോൾ എന്താ അക്രൂഡ് ആണ്, അക്രൂഡ് ഇൻകം അല്ലേ ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് അല്ലേ. ഓക്കെ, അതാണ് അക്രൂഡ് ഇൻകം. അപ്പോൾ എന്തെൻട്രി വരും? ഇൻട്രസ്റ്റ് അക്രൂഡ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട്. ഓക്കെ, ഇൻട്രസ്റ്റ് അക്രൂഡ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് അക്രൂഡ് എത്രയാണ്? 2,000 ടു ഇൻട്രസ്റ്റ്. അതായത് എൻട്രി ഇങ്ങനെ വരും: ഇൻട്രസ്റ്റ് അക്രൂഡ് അക്കൗണ്ട് ഡെറ്റർ 2,000 ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് 2,000. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞെന്ന് മാത്രം. അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ്, അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് എല്ലാം വരും, പരീക്ഷയ്ക്ക് ചോദിക്കും, നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.